ഹായ് കൂട്ടുകാരെ, നമസ്കാരം. നമുക്കിന്ന് ആസ്റ്റർ ഫ്ലവർ എങ്ങനെയാണ് ചെയ്ത് നോക്കാം. ഇതുപോലെ ഒരു ഓവൽ ഷേപ്പ് വരച്ചെടുക്കുക. അതിൻ്റെ ഉള്ളിലും ഒരു ഷേപ്പ് വരച്ചെടുക്കുക. അതിനുശേഷം സാധാരണ ത്രെഡാണ് എടുത്തത്. 6 ഇഴയായിട്ട് സൂചിയിൽ ഇതുപോലെ കോർത്തെടുക്കുക. അതിനുശേഷം സെൻറ്ററിൽ നിന്ന് കുത്തിയെടുക്കുക. സൈഡിൽ കുത്തി താഴേക്ക് ഇറക്കുക. ഇതുപോലെ 3 പ്രാവശ്യം ചെയ്യുക. അതിനുശേഷം ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് ഇതുപോലെ പുറത്തുനിന്ന് കുത്തിയെടുക്കുക. അകത്തോട്ട് കുത്തി താഴ്ത്തുക. അതിനുശേഷം വീണ്ടും പുറത്തുനിന്ന് കുത്തിയെടുക്കുക. ഇവിടെ കുത്തി താഴ്ത്തുക. വീണ്ടും ഇവിടുന്ന് കുത്തിയെടുക്കുക. ഇവിടെ താഴ്ത്തുക. ഇതുപോലെ ഫുള്ള് റൗണ്ട് ചെയ്യുക. ഇതുപോലെ ഫുള്ള് റൗണ്ട് ചെയ്തെടുക്കുക. നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. എല്ലാവരും സ്വന്തം സാരിയിലും ചുരിദാറിലെല്ലാം ചെയ്ത് പഠിക്കുക. സ്വന്തം ഡ്രസ്സിലാകുമ്പോൾ ആരും നമ്മളെ വഴക്ക് പറയൂല. സ്വയം ചെയ്ത് പേടി മാറ്റുക. എല്ലാവരും ഇതുപോലെ തന്നെ ചെയ്താണ് പഠിക്കുന്നത്. ഒരു സൂചിയും നൂലും ഒരു ടവലും എടുത്ത് ഇതുപോലെ തുന്നി പഠിക്കാൻ ശ്രമിക്കുക. നമ്മൾ ഒരുപാട് വട്ടം പ്രാക്ടീസ് ചെയ്താലേ നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ. ഈ റൗണ്ട് പൂർത്തിയായ ശേഷം ഇനി റോസ് നൂലാണ് എടുക്കുന്നത്. റോസ് കളറ് ഇതുപോലെ കുത്തിയെടുക്കുക. മുകളിൽ നിന്ന് കുത്തിയെടുത്ത് താഴെ കുത്തിയെടുക്കുക. ഈ നീലയുടെ കുറച്ച് താഴേന്ന് കുത്തിയെടുക്കുക. താഴേക്ക് കുത്തി താഴ്ത്തുക. നമ്മുടെ നാട്ടിൽ ഈ പൂ അധികം കാണാറില്ല. ഓണത്തിനൊക്കെ പൂക്കളമിടാൻ കർണാടകയിൽ നിന്നാണ് ഈ പൂ കൊണ്ടുവരാറുള്ളത്. ഇതുപോലെ ഫുൾ റൗണ്ട് സ്റ്റിച്ച് ചെയ്യുക. നമുക്ക് ഈ ഫ്ലവറിൻ്റെ ഉള്ളിൽ
ഫ്രഞ്ച് നോട്ട് കൊടുക്കാം. ഇത് ഫ്രഞ്ച് നോട്ടാണ് കൊടുത്തത്. നിങ്ങൾക്കെല്ലാം ഇത് ചെയ്യാൻ അറിയാമെന്ന് വിശ്വസിക്കുന്നു. ഇത് സാറ്റിൻ സ്റ്റിച്ചാണ്. ഈ ലീഫ് പിസ്റ്റോൾ സ്റ്റിച്ചാണ് ചെയ്തിരിക്കുന്നത്. ഇത് സ്റ്റെം സ്റ്റിച്ചാണ്. എല്ലാവരും ഇത് പ്രാക്ടീസ് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഹാൻഡ് എംബ്രോയ്ഡറി എപ്പോഴും ഒരു 3D ലുക്കാണ് തരിക. മെഷീൻ എംബ്രോയ്ഡറി തുണിയിൽ പതിഞ്ഞിട്ടായിരിക്കും ഉണ്ടാവുക. അതിലും ഭംഗി എപ്പോഴും ഹാൻഡ് എംബ്രോയ്ഡറിയാണ്. എല്ലാവരും പ്രാക്ടീസ് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. താങ്ക് യു.